എല്ലാവർക്കും സുഖമല്ലേ? പാതിരാത്രി ഈ മഴയത്ത് ഞങ്ങളൊരു പർച്ചേസിന് ഇറങ്ങിയാണ് കേട്ടോ, ധൃതി വെച്ചിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തള്ളിക്കൂട്ടിയ ഒരു ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ടാണ്. കുഞ്ചുവിൻ്റെ സ്കൂളിൽ റെയിൻബോ കിഡ്സ് പ്രോഗ്രാമാണ്, അതായത് അവരുടെ യൂത്ത് ഫെസ്റ്റിവൽ കുട്ടികളുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കുഞ്ചുവിന് ഞാൻ ഒരു ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാനായിട്ട് ധൃതി വെച്ച് പോയ പോക്കാണ് കേട്ടോ ആ രാത്രിയിൽ മഴയത്ത്. അപ്പോൾ എല്ലാ സംഭവവും ഞാൻ തന്നെ, കൊറിയോഗ്രഫി, മേക്കപ്പ്, പിന്നെ എല്ലാം. അപ്പോൾ ഇതിപ്പോൾ മേക്കപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൺസീലറും കോമ്പാക്റ്റൊക്കെ വെച്ച് ഒന്ന് പുട്ടിയിട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് കൊണ്ടാണ് കേട്ടോ ഐ ഷാഡോയും ബ്ലഷൊക്കെ ഇട്ടത്. പിന്നെ കുഞ്ഞ് ഫേസ് ആയതുകൊണ്ട് നമ്മൾ ഹെവി മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ, ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇത് കളിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വരെ. അപ്പോൾ അത് ഇത്രയൊക്കെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത്. നമ്മൾ കോസ്റ്റ്യൂം റെൻറ്റിനെടുത്തത് നമ്മുടെ ശരണ്യ മോഹൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്, YKB എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ സ്റ്റേജിൽ കയറി. കുഞ്ചു ഇതൊരു 3-4 ദിവസം കൊണ്ടാണ് കേട്ടോ പഠിച്ചെടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫോക്ക് ഡാൻസ് സെലക്ട് ചെയ്ത് പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇവിടെ നല്ല സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ, തെറ്റിച്ചൊന്നും ഇല്ലായിരുന്നേ. വളരെ ഹാപ്പിയായി, കാരണം നമ്മളെന്താ പഠിപ്പിച്ച പോലെ തന്നെ ചിരിച്ചുകൊണ്ട് അവൾ കളിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ചുവിൻ്റെ കുഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് കുഞ്ചുവിനെ ഹഗ് ചെയ്ത് കേട്ടോ. സൂപ്പറായിരുന്നു മഹാലക്ഷ്മി എന്നും പറഞ്ഞ്. പിന്നെ ഒരു ഇംഗ്ലീഷ് റെസിറ്റേഷനും കൂടി കുഞ്ചു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുഞ്ചു സൂപ്പറായിട്ട് പറഞ്ഞേ. അത് കുറച്ച് നാളായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നേ. ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒത്തിരി പാടുപെടും കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അതേപോലെ അവർ സ്റ്റേജിൽ പോയി പറയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ശരിക്കും ഒരു സന്തോഷം, ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വൈകിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. ഓക്കെ, ബൈ.